ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 1000 വിദ്യാർത്ഥികൾക്കാണ് 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ബഹുമാന്യനായ മുഖ്യമന്ത്രി വിതരണം ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തോ ഇന്ത്യയിൽ എവിടെയോ ഇതിനു മുൻപ് 1 ലക്ഷം രൂപ വരുന്ന സ്കോളർഷിപ്പ് ബിരുദ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ല എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും മണപ്പുറം ഫൗണ്ടേഷനെ പോലെ ഉദാരമതികളായിട്ടുള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ എല്ലാവരും മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം നൽകാനും നമുക്ക് സാധിക്കും. പല വിദ്യാലയങ്ങളും വികസിപ്പിച്ചത് വിദ്യാലയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥാപനങ്ങളുടെ അഭ്യുദയകാംക്ഷികളുടെ സഹായം കൂടി സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, കൊറോണയുടെ കാലത്തും പ്രളയകാലത്തുമൊക്കെ സംഭാവനകൾ നൽകാൻ സന്നദ്ധതയുള്ള സുമനസ്സുകളെ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ട് അവരുടെ ജീവകാരുണ്യ പ്രേരിതവും മനുഷ്യ സ്നേഹഭരിതവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ കോവിഡ് കാലവും പ്രളയകാലവും പ്രായേണ പ്രയാസമില്ലാത്തതാക്കി തീർത്തത്. അത്തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വിതരണം ചെയ്യാനും സർക്കാർ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മൊബൈലുകൾ ഞങ്ങൾ ജനപ്രതിനിധികൾ വളരെ നല്ല നിലയിൽ തന്നെ സമാഹരിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും രക്ഷാകർതൃ സമിതികളും ഒക്കെ തന്നെ അതിൽ പങ്കാളികളാകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല നിലയിൽ കോവിഡ് പ്രതിബന്ധങ്ങളെ മുറിച്ചു കടന്ന് പഠനം തടസ്സപ്പെടാതെ കാക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ കുട്ടികൾ കോവിഡ് കാലത്ത് പഠനമേ ഇല്ലാതെ മരവിച്ചു നിന്നപ്പോൾ കേരളം അതിജീവനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയത് മനുഷ്യരാകെ കൈകോർത്ത് പിടിക്കുന്ന കരുണയുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ മണപ്പുറം ഫൗണ്ടേഷൻ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ള അക്ഷരമുറ്റത്ത് കരുതലായി എന്ന പദ്ധതി വളരെയേറെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട പദ്ധതി തന്നെയാണ്. 22 പഞ്ചായത്തുകളിൽ, അതായത് 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 22 പഞ്ചായത്തുകളിലെ 2200 കുഞ്ഞുമക്കൾക്ക് ഈ കിറ്റ് ഇന്നിവിടെ ലഭിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്ന കുട്ടി